Question number 26. Let b is equal to I plus j plus lambda k. Lambda is a real number if a is a vector such that a cross b is equal to 13i minus j minus 4k and a dot b plus 21 is equal to 0. Then b minus a dot k minus j plus b plus a dot I minus k is equal to. വെക്ടറുള്ള ക്വസ്റ്റ്യൻ ആണ്. വെക്ടറുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ സിമ്പിൾ ആയിട്ടാണ് വരാറ്. പക്ഷെ ഇത് അത്രയും കൂടി എന്താ പറയുക ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ചെയ്ത് നോക്കിയവർക്ക് ആൻസർ 14 കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണെന്ന് ആലോചിക്കുക. ബി വെക്ടർ തന്നിരിക്കുന്നത് ഐ പ്ലസ് ജെ പ്ലസ് ലാംഡ കെ എന്നല്ലേ. നമ്മുടെ കയ്യിൽ എ ക്രോസ് ബി ഉണ്ടല്ലോ. എ ക്രോസ് ബി 13i മൈനസ് ജെ പിന്നെ മൈനസ് 4k ആണല്ലോ നമ്മുടെ കയ്യിലുള്ളത്. യെസ്, അതും കിട്ടി നമ്മുടെ കയ്യിൽ. എ ഡോട്ട് ബി ഉണ്ടല്ലോ. എ ഡോട്ട് ബി തന്നിരിക്കുന്ന എത്രയാ? -21 ആണ്. -21 ആണ് നമുക്കറിയാം. എ ക്രോസ് ബി അറിയാം, എ ഡോട്ട് ബി അറിയാം, ബി അറിയാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി, എ വെക്ടർ കംപ്ലീറ്റ് അറിയില്ല, ലാംഡയുടെ ഒരു കമ്പോണന്റും അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നോക്ക്, ബിയും എ ക്രോസ് ബിയും പെർപെൻഡിക്കുലർ അല്ലേ. അപ്പൊ ഇത് ഉപയോഗിച്ചാൽ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ബി ഡോട്ട് എ ക്രോസ് ബി 0 ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് ആ അൺനോൺ ലാംഡ പെട്ടെന്ന് കിട്ടും. ഓക്കെ, സോ 13 മൈനസ് 1 പിന്നെ -4 ലാംഡ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. 4 ലാംഡ ഇസ് ഈക്വൽ ടു 12 ആണെന്ന് കിട്ടും. ലാംഡ വാല്യൂ 3 ആണെന്ന് കിട്ടും. സോ ബി വെക്ടർ നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടി. എന്താ അത്? ഐ പ്ലസ് ജെ പ്ലസ് 3k ആണ് നമ്മുടെ ബി വെക്ടർ. അതിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലായി. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ കയ്യിൽ എ ഡോട്ട് ബി ഉണ്ട്, എ ക്രോസ് ബി ഉണ്ട്. എ അൺനോൺ വെക്ടർ ആണ്, ബി തന്നിട്ടുള്ള വെക്ടർ ആണെങ്കിൽ അതിൽ നിന്ന് എ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കണേ. ഞാൻ ബി ക്രോസ് എ ക്രോസ് ബി ചെയ്യാൻ പോവാം. ബി ക്രോസ് എ ക്രോസ് ബി നമുക്കറിയാം. ഇത് വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എങ്ങനെ വരാൻ പോണത്? ബി ഡോട്ട് ബി ടൈംസ് എ മൈനസ് ബി ഡോട്ട് എ ടൈംസ് ബി, ഇങ്ങനെയാണ് വരാൻ പോണത്. ബി ക്രോസ് എ ക്രോസ് ബി. അപ്പൊ ബി ഡോട്ട് ബി ടൈംസ് എ മൈനസ് ബി ഡോട്ട് എ ടൈംസ് ബി എന്ന് വരും. അപ്പൊ ഇതിൽ നോക്കിയടാ, ബി വെക്ടർ നമുക്കറിയാം, ബി വെക്ടർ അറിയുന്ന സാധനം. എ ക്രോസ് ബി അറിയാം. അപ്പൊ ബി ക്രോസ് എ ക്രോസ് ബി കണ്ടുപിടിക്കാം. ബി ഡോട്ട് ബി നമുക്കറിയാം, ബി ഡോട്ട് എ അറിയാം, ബി അറിയാം. ഇതിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിലെ ട്രിക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ ബി ക്രോസ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ ക്രോസ് ബി കംസ് ഔട്ട് ടു ബി ഡോട്ട് ബി എന്ന് പറഞ്ഞ സാധനം നോക്കാം. 1 + 1 + 9. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 11 ടൈംസ് എ വെക്ടർ. പിന്നെ ബി ഡോട്ട് എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ -21 ആണ്. മൈനസ് ബി ഡോട്ട് എന്ന് പറയുമ്പോൾ +21 ടൈംസ് ബി വെക്ടർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ബി ക്രോസ് എ ക്രോസ് ബി കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി വെക്ടർ എന്താ തന്നിരിക്കുന്നത്? ഐ ജെ കെ എഴുതി. ബി വെക്ടറിന്റെ കമ്പോണന്റ് 1 1 3 ആണ്. എ ക്രോസ് ബിയുടെ കമ്പോണന്റ് 13 -1 -4 ആണ്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി ഐ ഇൻറ്റു -4 + 3 പിന്നെ മൈനസ് ജെ ഇൻറ്റു -4 -39 പ്ലസ് കെ ഇൻറ്റു -1 -13 എന്ന് കിട്ടും. അതായത് -i -40 + 43j -14k എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് 11 ടൈംസ് എ പ്ലസ് 21 ടൈംസ് ബി. അപ്പോൾ ദിസ് ഇസ് 11 ടൈംസ് എ വെക്ടർ പ്ലസ് 21 ടൈംസ് ബി വെക്ടർ എന്ന് പറയുന്നത് ഐ പ്ലസ് ജെ പ്ലസ് 3k ആണ്. റൈറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 11 ടൈംസ് എ വെക്ടർ എന്താണെന്ന് കിട്ടും? 11 ടൈംസ് എ വെക്ടർ നോക്കിക്കഴിഞ്ഞാൽ -22i പിന്നെ 43 - 21 എന്ന് പറയുമ്പോൾ +22j പിന്നെ 63 14 ഉണ്ട്. അപ്പം -77k എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ വെക്ടറും കിട്ടിക്കഴിഞ്ഞു. എ വെക്ടർ കംസ് ഔട്ട് ടു ബി -2i പിന്നെ +2j പിന്നെ -7k എന്ന് കിട്ടും. റൈറ്റ്. അപ്പോൾ എയും നമ്മുടെ കയ്യിലായി കഴിഞ്ഞു.
ഇനി അവർ ചോദിച്ചിരിക്കുന്ന സാധനം എന്താന്ന് നോക്കിക്കേ. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ബി മൈനസ് എ ഡോട്ട് വിത്ത് കെ മൈനസ് ജെ പിന്നെ പ്ലസ് ബി പ്ലസ് എ ഡോട്ട് വിത്ത് ഐ മൈനസ് കെ ആണ്. അപ്പൊ ഇതെന്താ നോക്കാം. ദിസ് ഈസ് ഗോയിങ് ടു ബി ബി ഡോട്ട് വിത്ത് കെ മൈനസ് ജെ പ്ലസ് ഐ മൈനസ് കെ എന്ന് പറയുമ്പോൾ അത് ഐ മൈനസ് ജെ ആയി മാറി, പ്ലസ് എ ഡോട്ട് വിത്ത് ഐ മൈനസ് കെ ഉണ്ട്, പിന്നെ മൈനസ് കെ പ്ലസ് ജെ ഉണ്ട്. സോ ഐ പ്ലസ് ജെ മൈനസ് 2k, ഐ പ്ലസ് ജെ മൈനസ് 2k എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യാം. ബി ഡോട്ട് ഐ മൈനസ് ജെ എന്ന് പറയുമ്പോൾ ബി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് 1 മൈനസ് 1 വരും. പിന്നെ എ ഡോട്ട് ഐ പ്ലസ് ജെ മൈനസ് 2k എന്ന് പറയുമ്പോൾ അത് -2 + 2 + 14 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 14 ആണ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ അത് എന്ത് ചെയ്യണം, ഒന്ന് ട്രിക്കിയാണ്. പോരാത്തതിന് അത്യാവശ്യം എന്തുണ്ട്, കാൽക്കുലേറ്റീവ് വർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 27. The total number of 3-digit numbers with 1 digit repeated exactly 2 times is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആക്ച്വലി വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് 3-digit numbers with 1 digit repeated exactly 2 times അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3-digit നമ്പർ എടുക്കുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ സീറോനെ കണക്കാക്കുന്നതിലുള്ള മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ചെയ്ത് നോക്കിയവർക്ക് ആൻസർ 243 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ സീറോന്റെ ടേംസിൽ നമുക്ക് ഇത് നോക്കാം. 0 2 ടൈംസ് വരുന്ന നോക്കാം. 0 ടേക്കൺ ട്വൈസ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? 0 2 തവണ വന്നിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ മൂന്നാമത് വന്ന ഡിജിറ്റ് ഒരു തവണ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ 0 ട്വൈസ് വന്നത് എങ്ങനെയായിരിക്കാം വന്നിട്ടുണ്ടാവേണ്ടത്? ഇപ്പുറത്തൊരു നോൺ സീറോ നമ്പറും ഇപ്പുറത്ത് 0 ഇങ്ങനത്തെ കേസാണ് വരേണ്ടത്. ഈ ഫോമിലായിരിക്കും നമ്പർ ഉണ്ടാവേണ്ടത്. സം ഡിജിറ്റ് 0 അല്ലാണ്ട് സീറോനെ ഇപ്പുറത്ത് കൊണ്ടുവരരുത് കേട്ടോ. അപ്പോൾ ഇത് എത്ര കേസസ് ഉണ്ടാവും? 9 കേസസ് ഉണ്ടാവും. ഓക്കെ, ഇനി 0 ടേക്കൺ ട്വൈസ് കഴിഞ്ഞു നമ്മൾ. ഇനി 0 ടേക്കൺ വൺസ് എന്ന് പറഞ്ഞാൽ ദ അതർ ഡിജിറ്റ് ഈസ് റിപ്പീറ്റിംഗ്. ഓക്കെ, മറ്റേ ഡിജിറ്റ് 2 തവണ വരണം. സോ സെക്കൻഡ് ഡിജിറ്റ് കംസ് ട്വൈസ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും? ആ സെക്കൻഡ് ഡിജിറ്റ് ഇങ്ങനത്തെ കേസ് വരുമോ? 0 ഇവിടെ, പിന്നെ സെയിം ഡിജിറ്റ് ഇങ്ങനെ. ഈ കേസ് ഇല്ല നമുക്ക്. ഓക്കെ, എങ്ങനത്തെ കേസ് ആയിരിക്കും? ഇവിടെ ഒരു ഡിജിറ്റ്, പിന്നെ 0, പിന്നെ ആ ഡിജിറ്റ്. അപ്പോൾ അത് എത്ര കേസ് ഉണ്ടാവും? 9 കേസസ് ഉണ്ടാവും. പിന്നെ എങ്ങനെ വരാം? ഈ ഡിജിറ്റ് പിന്നെ 0, അത് എത്ര കേസസ് ഉണ്ടാവും? 9 കേസസ്. ഈ 9 കേസസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? 1 വരുമ്പോൾ 101 110, അത് 2 എണ്ണം. പിന്നെ 2 വരുമ്പോൾ 202, പിന്നെ 220, അങ്ങനെ. അപ്പോൾ ഇത് 18 കേസായി കേട്ടോ. 18 കേസസ് ആയി. ഇനി 0 നോട്ട് അപ്പിയറിങ്, 0 നോട്ട് ടേക്കൺ ആണ് വേറൊരു കേസ് ഉള്ളത്. 0 നോട്ട് ടേക്കൺ എന്ന് പറയുമ്പോൾ എന്താണ്? 0നെ ഉപയോഗിച്ചിട്ടേ ഇല്ല, നമ്മൾ 0നെ ഉപയോഗിക്കുന്നതേ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 9 ഡിജിറ്റ്സ് ഉണ്ട്. ഈ 9 ഡിജിറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 2 എണ്ണത്തിനെ ചൂസ് ചെയ്യുന്നു. ഓക്കെ, 2 എണ്ണത്തിനെ ചൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ചൂസ് 2 ഡിജിറ്റ്സ്. അത് എത്ര വേസിലായിരിക്കും? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കുക, 9 ഡിജിറ്റിൽ നിന്ന് നമ്മൾ ഒരു തവണ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റിനെയും, പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് 2 തവണ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിജിറ്റിനെയും ചൂസ് ചെയ്യും. അങ്ങനെ ആലോചിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, വി ഹാവ് ടു ചൂസ് 1 ഡിജിറ്റ്. ഓക്കെ, അപ്പിയർ വൺസ്, അതിന് ഒരു തവണ അല്ലെങ്കിൽ അപ്പിയർ ട്വൈസ്, അത് ആദ്യം എടുത്തു. പിന്നെ ചൂസ് 1 ഡിജിറ്റ് ടു അപ്പിയർ വൺസ്. ഓക്കെ, അത് എത്ര രീതിയിലായിരിക്കും? സോ 9 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണത്തിനെ ചൂസ് ചെയ്തു. ഓക്കെ, അതിന് നമ്മൾ 2 തവണ എടുക്കും, 2 തവണ ആ നമ്പറിൽ ഉണ്ടാക്കും. അതുപോലെ ഒരു തവണ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് ഒരെണ്ണത്തിനെ ചൂസ് ചെയ്യും, അത് 8C1. ഓക്കെ, 8 എണ്ണത്തിൽ നിന്ന് എടുത്തു. ഇനി ഈ കേസുകളിലെല്ലാം നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 2 ഡിജിറ്റുകൾ എടുത്തിരിക്കുക. അതിൽ ഏതാണ് ട്വൈസ് വരേണ്ടത്, ഏതാണ് വൺസ് വരേണ്ടത് നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ഇതിനെ അറേഞ്ച് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് എത്രയായിരിക്കും?
3 ഒബ്ജക്റ്റുകൾ, അതിൽ 2 ഒരേ ടൈപ്പ് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അത് അറേഞ്ച് ചെയ്യുന്ന നമ്പർ വൈസ് 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആയിരിക്കും. ദിസ് ഇസ് അറേഞ്ച്മെന്റ്. ഓക്കെ, അപ്പോൾ ഇത് 9 × 8 × 3. അപ്പോൾ 9 × 8 72, 72 × 3 വരുന്നതാണ് തോന്നുന്നത്. 72 × 3 ദാറ്റ് ഇസ് 216. 216 കേസസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്ര വരാൻ പോകണം നോക്കിക്കടാ. ടോട്ടൽ എന്ന് പറഞ്ഞ സാധനം 9 + 18 + 216. അപ്പോൾ പ്ലസ് 216 + 27 243 വരും. 243 കേസസ് വരും. ഓക്കെ, അപ്പോൾ 243 കേസസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. 243 ആണ് കറക്റ്റ് ആൻസർ. ഇത് വേറെ രീതിയിലും വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ഒന്ന് ചിന്തിച്ചേ. നമുക്ക് 10 ഡിജിറ്റ് അല്ലേ, നമ്മൾ ആദ്യം 0 ഉൾപ്പെടെ കൗണ്ട് ചെയ്യുന്നു. ഓക്കെ, കൗണ്ട് ഓൾ ഇൻക്ലൂഡിങ് 0, ഓൾ കേസസ് ഇൻക്ലൂഡിങ് 0. 0 ലെഫ്റ്റ് സൈഡിൽ, കേസസ് ഇൻക്ലൂഡിങ് zeros in the left. ഓക്കെ, ഇതെല്ലാം കൗണ്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അവസാനം സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ചൂസ് 2 digits ഫ്രം 10. ഓക്കെ, 10 ഞാൻ 2 ചൂസ് ചെയ്യാം. എത്ര ബേസിലായിരിക്കും? 10C2 ബേസിലായിരിക്കും. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ചൂസ് ചെയ്തതിൽ ഒരെണ്ണം എന്ത് ചെയ്യും നമ്മൾ? ഇനി നമുക്ക് ചൂസ് ചെയ്തത് നമ്മൾ എക്സും വൈ ആണെന്ന് വിചാരിക്കാം. എക്സും വൈയുടെ കോമ്പിനേഷനുകൾ എങ്ങനെയായിരിക്കാം? ഇങ്ങനത്തെ കോമ്പിനേഷനും ഉണ്ടാവാം, എക്സ് വൈയുടെ കോമ്പിനേഷൻ ഉണ്ടാവാം, അതുപോലെ എക്സ് വൈയുടെ കോമ്പിനേഷൻ ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യണം? × 2 ചെയ്യണം, 2 ടൈംസ് ചെയ്യണം. അതിനുശേഷം ഓരോ കോമ്പിനേഷനുകളെ അറേഞ്ച്മെന്റ് 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ബൈയിലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എന്താ വരാൻ പോണത്? ടോട്ടൽ വരാൻ പോകുന്നത്, ടോട്ടൽ നമ്പർ കേസസ് എന്താ വരാൻ പോണേ? 10C2 × 2 × 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. ഈ 10C2 എന്താ? 2 ഡിജിറ്റുകൾ ചൂസ് ചെയ്തു. × 2 എന്താ? × 2 എന്ന് പറഞ്ഞത് ഓരോ പെയർ ഓഫ് ഡിജിറ്റുകളിലും എന്ത് ചെയ്യാം? എക്സ് റിപ്പീറ്റ് ചെയ്യുന്ന കേസും വരാം, അതുപോലെ വൈ റിപ്പീറ്റ് ചെയ്യുന്ന കേസും വരാം. ഓക്കെ, അങ്ങനത്തെ 2 കേസ് കൺസിഡർ ചെയ്തു. അതിനുശേഷം ഓരോ അറേഞ്ച്മെന്റുകൾ എടുക്കുമ്പോൾ എന്താണ്? 3 ഒബ്ജക്റ്റുകൾ അറേഞ്ച് ചെയ്യുന്നത് 2 റിപ്പീറ്റ് ചെയ്ത പോലെയാണ്. അപ്പോൾ ഇതാണ് വരാൻ പോകുന്നത്. അപ്പോൾ 90 × 3 270 കേസസ് ടോട്ടൽ വരും. 270 കേസസിൽ നിന്ന് നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 0 ലെഫ്റ്റ് മോസ്റ്റ് വരുന്ന കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം? അത് സബ്ട്രാക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. അതും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. സോ റിമൂവ് zeros in the left. ഓക്കെ, റിമൂവ് കേസസ് വിത്ത് zeros in the left. അപ്പോൾ 0 ഒരു തവണ ലെഫ്റ്റിൽ വരുന്ന പോലത്തെ കേസ് ഉണ്ടോ നോക്കാം. 0 വരുന്നു, ഈ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, 9 കേസസ്. ഓക്കെ, 0 ഒരു തവണ കേസ്. 0 2 തവണ വരുന്ന കേസ് ഉണ്ടോ നോക്കാം. 0 2 തവണ വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ 0 ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, അത് 9 കേസസ് ഉണ്ടാവും. പിന്നെ 0 0 ഇങ്ങനത്തെ വരുന്ന കേസ് ഉണ്ടാവും, അത് എത്ര ആയിരിക്കും? 9 കേസസ് ഉണ്ടാവും. ഇത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 0 ഒരു തവണ കേസ്, അതുപോലെ 0 2 തവണ വരുന്ന കേസ് ഉണ്ടാവും. 2 തവണ വരുന്ന കേസുകളിൽ ഇങ്ങനത്തെ കേസ് നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതെന്താണ്? അത് 0 ലെഫ്റ്റിൽ വരുന്ന കേസല്ലല്ലോ, 3 ഡിജിറ്റ് നമ്പർ ആണ് നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഒഴിവാക്കുന്നത് കേട്ടോ. റൈറ്റ്, അപ്പോൾ 27 കേസസ് ഒഴിവാക്കണം. അപ്പോൾ ടോട്ടൽ എത്ര വരാൻ പോണത്? ടോട്ടൽ വിൽ ബി 270 - 27. 270 - 27 എന്ന് പറയുമ്പോൾ 243. 243 is the right answer. ഓക്കെ, സോ നമുക്ക് 243 കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 28. Let fx is equal to modulus of x minus 1 into x square minus 2x minus 3 plus x minus 3. X is a real number. If m and capital M are respectively the number of points of local minimum and local maximum of f in the interval 0,4, then m plus m is equal to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 3 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്താണത്? ലെങ്തി ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സിനെ പീസ് വൈസ് ഡെഫിനിഷൻ കണ്ടുപിടിക്കലാണ്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു അത് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3
പ്ലസ് എക്സ് മൈനസ് 3 ആണല്ലോ, റൈറ്റ്. ഇനി ഈ സംഭവം ആക്ച്വലി നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ആണെന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ എക്സ് മൈനസ് 1 കൂടെ എഴുതി നോക്കാം കേട്ടോ. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും സ്പ്ലിറ്റ് തന്നിരിക്കുന്ന ഇൻ്റർവെൽ 0 to 4 ആണ്. അപ്പോൾ 0 to 4 നമ്മൾ 1ലും 3ലും ഇതിനെ എന്ത് ചെയ്യേണ്ടി വരും, സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 3 ആണ്. ഇത് വേണമെങ്കിൽ നമുക്കിതിന് എന്ത് എഴുതാം, എക്സ് ക്യൂബ് പിന്നെ മൈനസ് 3x സ്ക്വയർ പിന്നെ മൈനസ് എക്സ് പ്ലസ് 3 എന്നൊക്കെ എഴുതാം. നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട പോയിന്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 1ൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം, എക്സ് ഇസ് ഈക്വൽ ടു 3ൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് വരാൻ പോകുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചേ. എക്സ് വാല്യൂ ആദ്യം തന്നിരിക്കുന്ന ഇൻ്റർവെൽ 0 to 4 ആണ് കേട്ടോ. സോ യുവർ എഫ് ഓഫ് എക്സ് ഇസ് ഗോയിങ് ടു ബി മോഡുലസ് ഓഫ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് മൈനസ് 3. എക്സ് ബിലോങ്സ് ടു എന്താണ്, 0 മുതൽ 4 വരെയാണ്. സോ വി ഹാവ് ടു സ്പ്ലിറ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ പല കേസായിട്ട് എഴുതാം നമുക്ക്. സോ യുവർ എഫ് ഓഫ് എക്സ് ഇസ് ഗോയിങ് ടു ബി ഫസ്റ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 കേസ് എടുക്കാൻ പോകാം. 0നും 1നും ഇടയിൽ ഒരു എക്സ് വാല്യൂ എടുക്കുകയാണെങ്കിൽ 0നും 1നും ഇടയിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് നോക്കിക്കേ. 0നും 1നും ഇടയിലുള്ള ഒരു നമ്പർ എടുക്കാമെന്ന് വിചാരിച്ചോ. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ബോധേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ സാധനം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പോസിറ്റീവാണ്. 0നും 1നും ഇടയിലുള്ള ഒരു നമ്പർ എടുക്കുമ്പോൾ ഈ നമ്പർ എന്തായി മാറി, നെഗറ്റീവായി മാറി. ഓക്കെ, ഈ നമ്പറും നെഗറ്റീവായി മാറി. ഓക്കെ, ഈ 0നും 1നും ഇടയിലുള്ള നമ്പർ എടുക്കുമ്പോൾ രണ്ടും നെഗറ്റീവായി, അപ്പോൾ അതെന്താണ്, പോസിറ്റീവാണ്. സോ അവിടുത്തെ എക്സ്പ്രഷൻ വരാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. ഏതാണ് ആ എക്സ്പ്രഷൻ, എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 പിന്നെ പ്ലസ് എക്സ് മൈനസ് 3. ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. ഇനി 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 എടുത്തു എന്ന് വിചാരിച്ചു. 1നും 3നും ഇടയിലുള്ള നമ്പർ എടുത്തു. 1നും 3നും ഇടയിലുള്ള ഒരു നമ്പർ എടുക്കുമ്പോൾ ഇത് പോസിറ്റീവും ഈ നമ്പർ നെഗറ്റീവാണ്. മൊത്തത്തിൽ ഇത് നെഗറ്റീവ് അടിക്കും. സോ ആ എക്സ്പ്രഷൻ എന്തായി നോക്കാം നമുക്ക്. സോ ദിസ് ബിക്കംസ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് എക്സ് പിന്നെ മൈനസ് 3 പിന്നെ അതിൻ്റെ കൂടെ പ്ലസ് എക്സ് മൈനസ് 3 ഉണ്ടാവും. അടുത്ത കേസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 ആണ്. അപ്പോൾ 3നും 4നും ഇടയിലുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ ഈ നമ്പർ പോസിറ്റീവാണ്, ഈ നമ്പറും പോസിറ്റീവാണ്. അപ്പോൾ മൊത്തത്തിൽ അത് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ വരാൻ പോകുന്നത് എന്താണ്, എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 3 പിന്നെ പ്ലസ് എക്സ് മൈനസ് 3 ആണ്. ഓഫ് കോഴ്സ് ഇങ്ങനത്തത് എഴുതാൻ പറ്റണം. ഓക്കെ, ഈ ഡെഫിനിഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റണം. സോ ദിസ് ഇസ് എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അതുപോലെ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 6 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3. അതുപോലെ പിന്നെയും എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 എന്ന് കിട്ടി നമ്മുടെ എഫ് ഓഫ് എക്സ്. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷനായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എഫ് ഓഫ് എക്സിന് എവിടേക്കോ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എന്താ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടുപിടിക്കുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എന്ത്, നെസസറി കണ്ടീഷൻ എന്ന് പറയുന്ന സാധനം. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ, നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സ്, അതുപോലെ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0. ഈ പോയിന്റുകളാണ് നോൺ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള പോയിന്റുകളും ഡെറിവേറ്റീവ് 0 ആയിട്ടുള്ള പോയിന്റുകളും. അപ്പോൾ ഡെറിവേറ്റീവ് 0 ആയിട്ടുള്ള പോയിന്റ് ഉണ്ടോ നോക്കണം. അതായത് ഈ എന്താ പറയുക, അബ്രപ്റ്റായിട്ട് ചേഞ്ച് വരുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ, ആ പോയിന്റുകളിലായിരിക്കാം പോസിബിളി ഒരു നോൺ ഡിഫറൻഷ്യബിലിറ്റി വന്നിട്ടുണ്ടാവുക. ബാക്കിയുള്ള ഇന്റർവെലിന്റെ ഇന്റീരിയർ പോയിന്റുകളിലായിരിക്കാം ഡെറിവേറ്റീവ് 0 വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിന്റെ ഡെറിവേറ്റീവ് എഴുതാൻ പോവാണ്, എഫ് ഡാഷ് ഓഫ് എക്സ് എക്സെപ്റ്റ് അറ്റ് ദി എന്താ പറയുക അബ്രപ്റ്റ് ചേഞ്ച് വരുന്ന പോയിന്റുകളിൽ ഒഴികെ ബാക്കിയുള്ള സ്ഥലത്ത് എന്ത് ചെയ്യാൻ പോവാം, ഡെറിവേറ്റീവ് ഞാൻ എഴുതി വെക്കാൻ പോവാം. ദിസ് ഇസ് 3x സ്ക്വയർ മൈനസ് 6x എന്ന് കിട്ടി. ഓക്കെ, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അതുപോലെ അടുത്തത് എന്താ, മൈനസ് 3x സ്ക്വയർ പ്ലസ് 6x
പിന്നെ +2 എന്ന് എഴുതി. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. ശ്രദ്ധിക്കണേ, 1നെ ഞാൻ അവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം 1ലെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്യുന്നത്, ഇൻറ്റീരിയർ പോയിന്റ് ഓപ്പൺ ഇൻ്റർവെല്ലിലത്തെ മാത്രമാണ് എഴുതുന്നത്. അതുപോലെ ഇവിടെ 3x² - 6x 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇത് എവിടെയെങ്കിലും ഡെറിവേറ്റീവ് 0 ആവുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0. ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കാൻ പോവാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ 3x² - 6x is equal to 0 കൊടുക്കാൻ പോവാം. സോ x ഇൻറ്റു 3x ഇൻറ്റു x - 2 is equal to 0 എന്ന് കിട്ടും. അപ്പോൾ x is equal to 0 വരാം, x is equal to 2 വരാം. x is equal to 0യും 2 എന്തല്ല, നമുക്ക് വേണ്ട ഇൻ്റർവെല്ലുകളിലല്ല. 0 to 1ഉം കണ്ടോ, ഇവിടെ ഈ ഫംഗ്ഷൻ വരുന്നത് 0നും 1നും ഇടയിലും 3നും 4നും ഇടയിലല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പക്ഷേ 0യും 2 ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ഇൻ്റർവെല്ലിൽ അത് കിടപ്പില്ല. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദീസ് നീഡ് നോട്ട് ബി കൺസിഡേർഡ്. അവിടെ ഡെറിവേറ്റീവ് 0 എന്ന പോയിന്റ് നോക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് -3x² + 6x + 2 0 ആവുന്ന പോയിന്റുകളായിരിക്കാം. -3x² + 6x + 2 0 ആവുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 3x² - 6x - 2 is equal to 0 എന്ന പോയിന്റാണ്. ഒറ്റ നോട്ടത്തിൽ ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, x is equal to 6 ± √b² 36 പ്ലസ് 8 × 3 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 24 √60 അല്ലേ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി വരാൻ പോകുന്നത് x is equal to 6 ± √60 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. എന്ന് വെച്ചാൽ 1 ± √60/36. 1 ± √60/36 എന്ന് പറയുമ്പോൾ 12 ക്യാൻസൽ ചെയ്യാം, 5/3. അപ്പോൾ 1 + √5/3 എന്ന് പറഞ്ഞ സാധനം, 1 - √5/3 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുന്ന ഇൻ്റർവെൽ 1നും 3നും ഇടയിലാണ്. 1നും 3നും ഇടയിലുള്ള ഒരു നമ്പർ ഉണ്ട്, എന്ത്, x is equal to 1 + √5/3. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ്, ദിസ് ഈസ് എ സ്റ്റേഷനറി പോയിന്റ്. അതുകൊണ്ട് അതെന്താണ്, അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, നമുക്ക് കിട്ടി. യെസ്, ക്രിട്ടിക്കൽ പോയിന്റ് ആണ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 1 - √5/3 എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 - √5/3 എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മുടെ ഇൻ്റർവെല്ലല്ല. 1 + √5/3 എടുക്കുമ്പോൾ എന്താ, 2വിനേക്കാളും മേലുള്ള നമ്പറാണ്. എന്നാൽ 3ൻ്റെ ഇതൊക്കെ എത്തിയിട്ടില്ല, കാരണം 5/3 എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. 5/3 എന്ന് പറയുന്നത് 1നും 2വിനും ഇടയിലുള്ള ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ അത് ബേസിക്കലി സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1നും 2ൻ്റെ സ്ക്വയർ റൂട്ട് 1.4 അല്ലേ, അതിനും ഇടയിലുള്ള നമ്പറാണ്. ഓക്കെ, അപ്പോൾ 3ന് താഴെയാണ് മൊത്തത്തിൽ എക്സ് വാല്യൂ വരുന്നത്, നമ്മുടെ ഇൻ്റർവെല്ലാണ് അതുള്ളത്. ഇനി ഇവിടെ മാക്സിമം മിനിമം ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, f′′ കണ്ടുപിടിക്കാം. f′′ വരുന്നത് നമുക്ക് എന്തായിരിക്കും, f′ കിട്ടിയിട്ടുണ്ടല്ലോ, -6x + 6 -6x + 6. അപ്പം -6 × x - 1 ആണ് സംഭവം. അപ്പോൾ f′′ 1 + √5/3 എന്ന് പറഞ്ഞ സാധനം എന്താ വരാൻ പോണത്, -6 × √5/3 എന്ന് വരും, വിച്ച് ഇസ് നെഗറ്റീവ്. അപ്പോൾ അവിടെ എന്തുണ്ട്, ഡെറിവേറ്റീവ് 0 ആവുകയും ചെയ്തിട്ടുണ്ട്, ഡബിൾ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവുകയും ചെയ്തിട്ടുണ്ട്. സോ വി ഹാവ് എ മാക്സിമം ഹിയർ. ഓക്കെ, മാക്സിമം ഉണ്ടെന്ന് കിട്ടി. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഡെറിവേറ്റീവ് 0 എന്ന പോയിന്റ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. നമുക്ക് നോൺ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണം. നോൺ ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യണം. അപ്പം നോൺ ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഏതൊക്കെ പോയിന്റ് നമ്മൾ ചെയ്യണം, ഇൻ്റർവെൽ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് 1ഉം 3ഉം ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1ൽ ലെഫ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷനിൽ നമുക്ക് ഡയറക്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 - 6 -3 എന്നാണ് വരാൻ പോണത്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 1 കൊണ്ടുപോയി കൊടുക്കുമ്പോൾ 3 + 2 5 എന്നാണ് വരുന്നത്. അപ്പോൾ എന്താണ്, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്താണ്, ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് മനസ്സിലായി. എക്സ് ഇസ് ഈക്വൽ ടു 1 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് മനസ്സിലായി. എക്സ് ഇസ് ഈക്വൽ ടു 1ൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഡെറിവേറ്റീവ് നെഗറ്റീവും റൈറ്റ് സൈഡിലെ ഡെറിവേറ്റീവ് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ലെഫ്റ്റ് സൈഡിലെ നെഗറ്റീവിൽ നിന്ന് അൺഡിഫൈൻഡ് ആയിട്ടുള്ള നമ്പറിൽ നിന്ന് ത്രൂ എന്തിലേക്ക് പോവുകയാണ്, പോസിറ്റീവിലേക്ക് പോവുകയാണ് ഇവിടെ സംഭവിക്കുന്നത്.
ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ്, റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു മിനിമം ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇവിടെ ഒരു മാക്സിമം കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു മിനിമം കിട്ടി. ഇനി ഇതേപോലെ തന്നെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്, ഏത് നമ്പറാണ് ചെക്ക് ചെയ്യേണ്ടത്, എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ് ചെക്ക് ചെയ്യേണ്ടത്. 3 എന്ന് കിട്ടി. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് ചെക്ക് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യിടാം. 3 കൊടുക്കുമ്പോൾ 3ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷനിൽ -27 + 20, അപ്പോൾ -7 എന്നല്ല കിട്ടുക, -7 കിട്ടും. -7 കിട്ടും. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ത് കിട്ടും, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് 3 കൊടുക്കുമ്പോൾ 27 - 18, 27 - 18 എന്ന് പറഞ്ഞാൽ 9 കിട്ടും. 9 കിട്ടും. അപ്പോൾ അഗെയിൻ എക്സ് ഇസ് ഈക്വൽ ടു 3 എന്താണ്, ഒരു നോൺ ഡിഫറൻഷ്യബിലിറ്റി പോയിന്റ് ആണ്, ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യുക. ഡെറിവേറ്റീവ് -7ൽ നിന്ന് എന്തിലേക്കാണ് പോകാൻ പോകുന്നത്, 0യിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു മിനിമം ഉണ്ട്. നമുക്ക് 2 മിനിമവും ഒരു മാക്സിമം ഉണ്ടെന്ന് മനസ്സിലായി. തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ചെക്ക് ചെയ്തു. 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്താണ്, നോൺ ഡെറിവേറ്റീവ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആയ പോയിന്റും ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റും ആയിരുന്നു. അപ്പോൾ മൊത്തം 3 എണ്ണം ഉണ്ട്. സോ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 29. Let the eccentricity of the hyperbola x² by a² minus y² by b² is equal to 1b 5/4. The equation of the normal at the point 8/√5 12/5 on the hyperbola is 8√5x plus beta y is equal to lambda, and lambda minus beta is equal to. ബേസിക്കലി ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മേ ബി സമയം എടുക്കുമായിരിക്കും. ചെയ്ത് നോക്കിയവർക്ക് 85 ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 2 സ്റ്റെപ്പാണ് ഇതിലുള്ളത്. എന്താ 2 സ്റ്റെപ്പ്? ഒന്ന്, ഹൈപ്പർബോളയിലെ എയും ബിയും അൺനോൺ ആണ്, അത് കണ്ടുപിടിക്കാൻ 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. എക്സെൻട്രിസിറ്റിയും തന്നിട്ടുണ്ട്, പോയിന്റ് ഓൺ ദ ഹൈപ്പർബോള തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എയും ബിയും 2 കണ്ടീഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇനി പോയിന്റ് ഓൺ ദ ഹൈപ്പർബോളയും ഹൈപ്പർബോളയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ നോർമലിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. അത്രയേ ഉള്ളൂ. ആ നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് പകരം അവർ അതിൽ 2 ബീറ്റയും ലാംഡയും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു മാത്രം കേട്ടോ. ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള x² by a² minus y² by b² is equal to 1. എക്സെൻട്രിസിറ്റി തന്നിരിക്കുന്നത് E is equal to 5/4 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് C by A. അപ്പോൾ 5/4 എന്ന് പറയുന്ന സാധനമാണ് √a² plus b² ഡിവൈഡഡ് ബൈ a ആയിട്ട് വരുന്നത്. അപ്പോൾ സ്ക്വയർ ചെയ്യാം. 25 times a² is equal to 16 times a² plus b² എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 9a² is equal to 16b² എന്ന് കിട്ടും. a² എന്ന് പറഞ്ഞാൽ 16/9 times b² എന്ന് കിട്ടി. അതവിടെ നിൽക്കട്ടെ. സോ ദാറ്റ് ഇസ് വൺ കണ്ടീഷൻ. അടുത്തൊരു കണ്ടീഷൻ എവിടെ നിന്നാണ് കിട്ടാൻ പോണത്? 8/√5 12/5 ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 64 ഡിവൈഡഡ് ബൈ 5 ടൈംസ് a² മൈനസ് y² എന്ന് പറയുമ്പോൾ 144 ഡിവൈഡഡ് ബൈ 25 ബൈ ഇവിടെ a² ഡിനോമിനേറ്ററാണ് കേട്ടോ. a² ഡിനോമിനേറ്ററാണ്, ഇവിടെ b² ഡിനോമിനേറ്ററാണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ 64 ഡിവൈഡഡ് ബൈ a² വാല്യൂ 16/b² എന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. b² എന്ന് പറഞ്ഞ സാധനം 9a² by 16 ആണ്. ഒന്നെങ്കിൽ a² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ, ഒരു വിഷമമില്ല. 64 ഡിവൈഡഡ് ബൈ 5a² മൈനസ് 144 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു b² എന്ന് പറഞ്ഞ സാധനം 9a² by 16 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 64 ഡിവൈഡഡ് ബൈ 5a² മൈനസ് 144 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 25 ടൈംസ് 9a² is equal to 1 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആക്കാൻ ഇവിടെ എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 ഇൻറ്റു 9 ചെയ്യണം. അപ്പോൾ ബേസിക്കലി ഡിനോമിനേറ്റർ 25 ടൈംസ് 9a² കിട്ടും. ഇപ്പോൾ ന്യൂമറേറ്റർ വരാൻ പോകുന്നത് 5 ഇൻറ്റു 9 ഇൻറ്റു 64, അതായത് 320 ഇൻറ്റു 9 വരും, 2880 വരും. മൈനസ് അവിടെ എന്താ വരാൻ പോകണം? 144 ഇൻറ്റു 16 വരും, 2304 വരും. ഈക്വൽ ടു 1 എന്ന് കിട്ടും.
അപ്പോൾ 2880 മൈനസ് 2304 576 കിട്ടും. അപ്പോൾ A² വാല്യൂ 576/25 ഇൻറ്റു 9 എന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ A വാല്യൂ എന്താണെന്ന് കിട്ടും? 576 ഡിവൈഡഡ് ബൈ 25 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 8/5 എന്നാണ് വരാൻ പോകുന്നത് കേട്ടോ. 8/5 സോറി 8/8യുടെ വാല്യൂ കേട്ടോ. A വാല്യൂ കംസ് ഔട്ട് ടു ബി 8 ഡിവൈഡഡ് ബൈ 5. കാരണം 576നെ നമ്മൾ എന്താ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 64 വരും. 64 A² വാല്യൂ 64 ഡിവൈഡഡ് ബൈ 25 കേട്ടോ. കറസ്പോണ്ടിംഗ്ലി B² വാല്യൂ നമുക്ക് കിട്ടും. B² വാല്യൂ 9/16 ഇൻറ്റു 64 ഡിവൈഡഡ് ബൈ 25. സോ ഇവിടെ ഇത് 4 ടൈംസ് കിട്ടും. സോ B വാല്യൂ കംസ് ഔട്ട് ടു ബി 6 ഡിവൈഡഡ് ബൈ 5. B² വാല്യൂ എന്ന് പറയുന്നത് 36/25 അത് കിട്ടി. നമുക്ക് മൊത്തം എന്താ പറയുക, ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഹൈപ്പർബോളയുടെ x² മൈനസ് y² b² = 1 എന്ന് പറഞ്ഞ ഹൈപ്പർബോളയുടെ നോർമൽ അറ്റ് x1 y1 എന്താന്ന് നോക്കാം. അപ്പോൾ അത് A²x by x1 plus b² by y1 is equal to A² plus b² ആണ്. ഇതറിയണം കേട്ടോ, ഈ സംഭവം അറിയണേ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തന്നിരിക്കുന്ന പോയിന്റ് x1 y1 ആയിട്ട് തന്നിരിക്കുന്ന പോയിന്റ് ഉണ്ട് നമുക്ക് 8/5 8 ഡിവൈഡഡ് ബൈ √5 12/5 ആണ് തന്നിരിക്കുന്ന പോയിന്റ്. 12/5 ഇതാണ് x1 y1 എന്ന് പറഞ്ഞ പോയിന്റ്. അതുപോലെ A² വാല്യൂ B² വാല്യൂ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം ഞാൻ. 64 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു √5 ഡിവൈഡഡ് ബൈ 8x പ്ലസ് B² വാല്യൂ 36 ഡിവൈഡഡ് ബൈ 25. 36 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 12y ഇസ് ഈക്വൽ ടു A² പ്ലസ് B² എന്ന് പറയുമ്പോൾ 100/25 4 25 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 8√5x പ്ലസ് 15y ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. ഇതെന്തായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന 8√5x പ്ലസ് βy = λ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. βy = λ ആയിട്ടാണ് കമ്പാരിസൺ. ഓക്കെ, ഇതിൽ നിന്ന് കിട്ടിയത് ഇതാണ്. ദിസ് ഇസ് ദ ഗിവൺ ഇക്വേഷൻ. ഓക്കെ, ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താണ്. ബീറ്റ വാല്യൂ 15 ആണ്, ലാംഡ വാല്യൂ 100 ആണ് കിട്ടി. ചോദിച്ചിരിക്കുന്നതോ ലാംഡ മൈനസ് ബീറ്റ. അപ്പം ലാംഡ മൈനസ് ബീറ്റ വാല്യൂ കംസ് ഔട്ട് ബി 85. അത്രേ ഉള്ളൂ. അപ്പോൾ 2 പ്രോബ്ലം മിക്സ് ചെയ്തിട്ട് പിന്നെ അതിൽ അൺനോണൊക്കെ ആക്കി ചോദിച്ചിരിക്കുകയാണ്. ലെങ്തി ആക്കിയിരിക്കുക, വേറെ ഒന്നുമില്ല കേട്ടോ. സോ ദി ആൻസർ ഇസ് 85. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 30. Let L1 be the line in xy plane with x and y intercepts 1/8 and 1/4√2 respectively, and L2 be the line in zx plane with x and z intercepts -1/8 and -1/6√3 respectively. If D is the shortest distance between line L1 and L2, then D raised to -2 is equal to. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ കാണാത്ത അത്രയും ഫെമിലിയർ അല്ലാത്തൊരു ടൈപ്പ് ആയിട്ടാണ് ലൈനിൻ്റെ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്നത്. ലൈൻ ഇൻ ദി XY പ്ലെയിൻ വിത്ത് x and y ഇന്റർസെപ്റ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2Dയിലെ ഐഡിയ തന്നെ ഉപയോഗിക്കാം. XY പ്ലെയിനിലെ ലൈന് ഇന്റർസെപ്റ്റ് തരുവാണെങ്കിൽ അത് x ഡിവൈഡഡ് ബൈ 1/8 പ്ലസ് y ഡിവൈഡഡ് ബൈ 1/4√2 is equal to 1 ആണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അതെന്താണ്, നമ്മൾ ഇത് 2Dയിലല്ല, 2 ഡയമെൻഷണൽ പ്ലെയിനിലല്ല ഇക്വേഷൻ വരാൻ പോണത്, 3 ഡയമെൻഷനിലാണ്. അപ്പോൾ 3 ഡയമെൻഷനിൽ ഇത് റെപ്രസെൻറ്റ് ചെയ്യാൻ പോണ ഒരു പ്ലെയിനെയാണ്. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് z = 0 എന്നും കൂടി സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, z = 0 എന്ന് പറയുന്നതാണ് XY പ്ലെയിൻ. അപ്പോൾ XY പ്ലെയിനിലാണ് ഇത് ഉള്ളതെന്ന് പറയുന്ന ഐഡിയ ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇത് ആക്ച്വലി 2 രീതിയിൽ ചിന്തിക്കാം. എങ്ങനെ? XY പ്ലെയിൻ എടുത്തിട്ട് 2Dയിലെ ലൈൻ്റെ ഇക്വേഷൻ എഴുതിയ പോലെ വിചാരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ വിചാരിക്കാം? 2 പ്ലെയിനുകളുടെ ഇൻ്റർസെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ലൈൻ പോലെ വിചാരിക്കാം. അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോൾ ഇതാണ് ഐഡിയ. ഓക്കെ, ഫസ്റ്റത്തെ. ഇനി നമുക്കിതിനെ എന്താക്കണം? സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കി മാറ്റണം. നമ്മുടെ ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം കേട്ടോ.
അപ്പോൾ ഇത് ബേസിക്കലി 8x പ്ലസ് 4√2y ഇസ് ഈക്വൽ ടു 1, z ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 8x മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 4√2y എന്നൊക്കെ കിട്ടി. ത്രൂ ഔട്ട് ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്സ് മൈനസ് 1/8 അല്ലെങ്കിൽ 8 പുറത്തേക്ക് എടുത്തു അപ്പുറത്ത് കൊണ്ടുപോകുന്നു, 4√2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ബൈ 4√2 ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, നമുക്ക് കൺഫ്യൂഷൻ വരണ്ട. 8നെ ഞാൻ പുറത്തേക്ക് എടുത്തു, എക്സ് മൈനസ് 1/8 ഇസ് ഈക്വൽ ടു മൈനസ് 4√2 ടൈംസ് y എന്ന് കിട്ടി. ഓഫ് കോഴ്സ് z ഇസ് ഈക്വൽ ടു 0 കണ്ടീഷൻ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, അത് മിസ്സായി പോകരുത്, നമുക്ക് ഇതിൻ്റെ കൂടെ പിടിപ്പിക്കാനുള്ളതാണേ. ശരി, അപ്പോൾ എക്സ് നമുക്കിവിടെ 4√2 8ൽ എന്ത് ക്യാൻസലായിപ്പോയി? 4√2 ക്യാൻസലായിപ്പോയി, മൈനസ് √2 മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ എക്സ് മൈനസ് 1/8 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ മൈനസ് √2 എന്ന് കിട്ടി. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ നമുക്ക് എന്താക്കി പിടിപ്പിക്കാം? ഇതിനെ y മൈനസ് 0/√2 എന്നാക്കാം, ഇത് ഈക്വൽ ടു എന്താക്കാം? z മൈനസ് 0/0 എന്നാക്കാം. ഇപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമായി. അപ്പം ഇത് ഈ രണ്ട് കണ്ടീഷനും കൂടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇത് തരും. അതുപോലെ ഇതൊറ്റയ്ക്ക് എന്ത് തരും? ഇത് തരും. ഓക്കെ, കാരണം ഓഫ് കോഴ്സ് ഇതിൻ്റെ കൂടെ ലാംഡ ഉണ്ടല്ലോ, z എപ്പോഴും 0 ആണെന്നാണ് ഈ കണ്ടീഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 1 ഇക്വേഷൻ. അപ്പോൾ അത് ഞാൻ വൃത്തിയിൽ ഇത് എവിടെ എഴുതി വെക്കണം, എക്സ് മൈനസ് 1/8 ബൈ 1 ഇസ് ഈക്വൽ ടു y മൈനസ് 0 ഡിവൈഡഡ് ബൈ √2 ഇസ് ഈക്വൽ ടു z മൈനസ് 0/0 ആണ് ഒരു ഇക്വേഷൻ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയിട്ട്, സോറി ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഇതാണ് L1ൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ലൈനിലേക്ക് പോകണം. രണ്ടാമത്തെ ലൈനിൽ ഇതേ ഐഡിയ തന്നെ ഉപയോഗിക്കാം. നമുക്ക് എന്താണ് L2 എന്ന് പറയുന്നത് z എക്സ് പ്ലെയിനിലുള്ളതാണ്, എക്സും സെഡും ഇന്റർസെപ്റ്റ്സ് അറിയാം. സോ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് 1/8 ഉണ്ട്, പിന്നെ പ്ലസ് എന്താണ് z ഡിവൈഡഡ് ബൈ മൈനസ് 1/6√3 ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് y ഈസ് ഈക്വൽ ടു 0 ഒരു കണ്ടീഷനാണ്. സോ മൈനസ് 8x മൈനസ് 6√3z ഇസ് ഈക്വൽ ടു 1 ആണ്, y ഈസ് ഈക്വൽ ടു 0 കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ 8x പ്ലസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 6√3z ആണ്. ഓഫ് കോഴ്സ് y ഈസ് ഈക്വൽ ടു 0 അതിൻ്റെ കൂടെ ഉണ്ട്. സോ 8 ഇൻറ്റു എക്സ് പ്ലസ് 1/8 ഇസ് ഈക്വൽ ടു മൈനസ് 6√3z ആണ്, y ഈസ് ഈക്വൽ ടു 0 അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1/8 divided by 6√3 is equal to z divided by minus 8, y is equal to 0 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഒരു 2 വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 3√3 വരും, ഇവിടെ -4 വരും. അപ്പോൾ ഇതിനെ വൃത്തിയായിട്ട് നമുക്ക് എഴുതാം, എക്സ് പ്ലസ് 1/8 ഡിവൈഡഡ് ബൈ 3√3 ഇസ് ഈക്വൽ ടു y മൈനസ് 0/0 ഇസ് ഈക്വൽ ടു z മൈനസ് 0 ഡിവൈഡഡ് ബൈ -4 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ സെക്കൻഡ് ലൈൻ എന്ന് മനസ്സിലായി. ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് L2. ഇനി നമ്മുടെ ചോദ്യം ശരിക്കും എന്താണെന്നറിയോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ L1 ആൻഡ് L2 ആണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെക്കാം. B1 വെക്ടർ എന്താ? B1 വെക്ടർ ഇസ് I മൈനസ് √2j ആണ്. B2 വെക്ടർ എന്താ? 3√3i മൈനസ് 4k ആണ്. A1 വെക്ടർ എന്താ? A1 വെക്ടർ ഇസ് ഗോയിങ് ടു ബി 1/8i ആണ്. A2 വെക്ടർ എന്താ? മൈനസ് 1/8i ആണ്. അപ്പോൾ A2 മൈനസ് A1 വെക്ടർ എന്താ? A2 മൈനസ് 1/4i ആണ്. A2 മൈനസ് A1 എന്ന് പറയുന്നത് മൈനസ് 1/4i ആണ്. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യാം? B1 ക്രോസ് B2 കണ്ടുപിടിക്കാം. B1 ക്രോസ് B2 ഡിറ്റർമിനൻറ്റ് i j k, പിന്നെ 1 മൈനസ് √2 0, പിന്നെ 3√3 0 മൈനസ് 4. 1 മൈനസ് √2 0, 3√3 0 മൈനസ് 4. ഇനി ഇത് i ഇൻറ്റു 4√2 മൈനസ് 0 മൈനസ് j ഇൻറ്റു മൈനസ് 4 മൈനസ് 0 പ്ലസ് k ഇൻറ്റു √2. √2 ഇൻറ്റു 3√2 എന്ന് പറയുമ്പോൾ 3√6, അഥവാ 4√2i, പിന്നെ പ്ലസ് 4j, പിന്നെ പ്ലസ് 3√6k എന്ന് കിട്ടും. ഇനി A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 എന്ന് പറയുമ്പോൾ എന്താ വാല്യൂ വരാൻ പോണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ -1/4 അല്ലേ?
മറ്റേ ഐ കമ്പോണൻറ്റേ ഉള്ളൂ, ജെ കമ്പോണൻറ്റും കെ കമ്പോണൻറ്റും ഇല്ല. അപ്പോൾ അത് -√2 എന്ന് കിട്ടും. അതുപോലെ മോഡുലസ് ഓഫ് B1 ക്രോസ് B2 എന്ന് പറയുമ്പോൾ അതെന്താ വരാൻ പോണത്? √32 + 16 + 9 × 6 54 എന്ന് വരും. 70 √102 എന്ന് വരും. അപ്പോൾ ഡി എന്ന് പറഞ്ഞത് മോഡുലസ് ഓഫ് A2 - A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2 ആണ്. അപ്പോൾ ഓരോ വാല്യൂസും നമുക്കറിയാം എന്താണ്? മോഡുലസ് ഓഫ് √2 ബൈ √102 നമുക്ക് കിട്ടും 1/√51. 1/√51 ആണ് നമ്മുടെ ആൻസർ വരിക. ഇനി ഡി എല്ലാം നമ്മൾ എടുത്ത് ചോദിച്ചിരിക്കുന്നത് D⁻² ആണ്. അപ്പോൾ 1/√51 റെസിപ്രോക്കൽ എടുത്ത് സ്ക്വയർ ചെയ്യുക. 51 ഇസ് ദ റൈറ്റ് ആൻസർ. ഇപ്പോൾ 51 ആണ് നമ്മുടെ ആൻസർ വരിക കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം അൺയൂഷ്വലി ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓൾ ടുഗദർ ഈ പേപ്പർ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത പേപ്പറിനേക്കാൾ കുറച്ചും കൂടി എന്താണ് ഈസിയാണ്. പക്ഷേ 2020 2021 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രീംലി ലെങ്തി പേപ്പർ തന്നെ, യാതൊരു സംശയമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഡിസ്കഷനിൽ കണ്ടിന്യൂ ചെയ്യാം. സി യു, ബൈ ബൈ.